നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നമ്മളെപ്പോൾ കാണുന്ന ഒരു റീഡിങ് ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ഒരു റീഡിങ് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഡെക്ക് ഞാൻ കുറച്ച് നാളായിട്ട് എടുത്തിട്ടില്ലേ, അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് വേറെ രീതിയിലൊക്കെ ഇരിക്കുകയാണ്. ഡെക്ക് ഫേസ് ടു ഫേസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ എന്താണ് ചിന്തിക്കുന്നത്? ക്യൂക്ക് എനർജി അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മേ ബി ലോയർ ആയിരിക്കാം, ലോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റഡീസ് ചെയ്യുന്നൊരു വ്യക്തിയാവും. മേ ബി എനിക്കിവിടെ ഫീൽ ചെയ്തു ജസ്റ്റിസിൻ്റെ കാർഡും ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇതൊരു നിങ്ങളുടെ പേഴ്സൺ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഡസൻറ്റ് മാറ്റർ. ആ ഒരു വ്യക്തി എന്താ പറയുക, ഹയർ ലെവൽ ഓഫ് സെൽഫ് ലവിലാണ് എപ്പോഴും ഇരിക്കുന്നുള്ളത്. അതായത് അവനവന് തന്നെ നമ്മൾ ഒത്തിരി വാല്യൂ കൊടുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അത് നല്ലൊരു കാര്യമല്ലേ. നമുക്ക് തന്നെ ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ വ്യക്തിയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് നമ്മളെ ചൂസ് ചെയ്യണം. എല്ലാത്തിനും ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ വെക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ കാര്യങ്ങളും എന്തൊരു ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാം നമ്മളിലേക്ക് ഫസ്റ്റ് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നിനെയും പോയി ചേസ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് തമ്മിൽ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ അവരാണെങ്കിലും ശരി, ഡിവോഴ്സ് നടക്കുന്ന ആ ഒരു ടൈം ആണെങ്കിൽ പോലും ലൈക്ക് അവരിങ്ങനെ നൈസായിട്ട് ഇരിക്കുകയാണ്. ലൈക്ക് അവർക്ക് എന്താ പറയുക, ഒരിതും ഉണ്ടാവില്ല. നൈസായിട്ട് അവരിങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് സ്റ്റിൽ തയ്യാറായിരിക്കില്ല. തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കാനായിരിക്കും ഏറ്റവും ഇതിലായിട്ട് ഇരിക്കുന്നുള്ളത്. ലൈക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മേ ബി അവരുടെ മദറായിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ളൊരു വുമൺ ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജീസ് ഒക്കെയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ക്യുക്ക് എനർജിയാണ് കേട്ടോ. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല, പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു റീഡിങ്സ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ കുറേ റിക്വസ്റ്റ് ജസ്റ്റ് വാട്സപ്പ് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് ഇടാമെന്ന്. ഇവിടെ ശരിക്കും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ റീഡിങ്ങിൽ കേട്ടോ. അപ്പം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാതിരിക്കുന്നത്. ഇത് ഇപ്പം ജനറലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടൊരു കോൺടാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളുകൾ ഒരു 9 ഡേയ്സിനും അല്ല ഒരു 11 ഡേയ്സിനൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും. ഒരു 7-8 ഡേയ്സിനൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും. ഒന്നെങ്കിൽ ഒരു കോൾ വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും, അല്ലെങ്കിൽ ഒരു ഇമെയിൽ വരും. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി മേ ബി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആ തേർഡ് പാർട്ടി അത്രയും ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അത്രയും ഒരു ബുദ്ധിമുട്ടിലായിരിക്കും ആൾ ഈ ഒരു കണക്ഷനെ ഗിവ് അപ്പ് ചെയ്യാമെന്നുള്ളൊരു തോട്ട്സിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ആൾ വെളിയിൽ വരും. ആൾ കോണ്ടാക്ട് ചെയ്യും. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു ലവും കെയറും ജസ്റ്റിസും ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങളിലാണ് ആ ഒരു വ്യക്തി. മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, നിങ്ങളല്ല ഹസ്ബൻഡ് ആയിരിക്കാം. കാരണം ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് 2 മക്കളുണ്ടാവാം, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും. അങ്ങനത്തെ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. മേ ബി നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുള്ളൊരു ഫാമിലി ആയിരിക്കാം. പെട്ടെന്നായിരിക്കും നിങ്ങളുടെ റിലേഷനിൽ ഇത്രയും ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ 2 പേരും ഹസ്ബൻഡും വൈഫും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിച്ചിട്ടുള്ളത്. അത്രയും ഹാപ്പി ആയിട്ട് ഒരാളുകൾ പോലും നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് ജീവിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്നാണ് ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ആയതും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഫേസ് വന്നതും ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷനിൽ എൻ്റർ ആയിട്ടുള്ളതും
നിങ്ങളുടെ സന്തോഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോകുമായിരുന്നു ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് എന്താ ഏതാന്നുള്ള റീസൺ പോലും അറിയാതായിരിക്കും ഈ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം ഇവരുടെ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കോൺടാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടും. ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ കുറച്ച് ക്വാളിറ്റി ടൈംസ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഒരുമിച്ചിരുന്നിട്ട്. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ആളുകളാണ് ഈ റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടും, നിങ്ങൾ കോൺടാക്റ്റിലേക്ക് വരും എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ സെൽഫ് ലവ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്താൽ നിങ്ങൾക്ക് കോൺടാക്റ്റിലേക്ക് വരാൻ പറ്റും ഇവരുമായിട്ട്. എന്തായാലും ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ട് കേട്ടോ. എന്തായാലും എങ്ങനെ നോക്കിയാലും ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ട്. ആൾ തിരിച്ചു വരും കേട്ടോ. തിരിച്ച് വരാഴികയൊന്നുമില്ല, തിരിച്ച് വരത്തില്ലേ എന്ന കോർത്ത് അറ്റാക്കൊന്നും ആവണ്ട ആരും കേട്ടോ. റീഡിങ്സ് കാണുന്നവർ എനിക്ക് ഫീൽ ചെയ്യുന്നു തിരിച്ച് വരത്തില്ലേ എന്നുള്ളൊരു ആകയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വേണ്ട ഈ റിലേഷനിൽ നിന്ന്. ജസ്റ്റ് അവർ നിങ്ങളോടൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ മതി. അത് മാത്രം നിങ്ങൾക്ക് മതി ഈ റിലേഷനിൽ നിന്ന്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, സി നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷനിലാവാം, എന്തും ആയിക്കോട്ടെ, ജനറലായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷനിൽ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആ ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പം മേ ബി അതൊരു കോർട്ട് കേസ് എന്നുള്ള രീതിക്ക് നിൽക്കുകയായിരിക്കും ഈ ഒരു കണക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായോ? എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാം, എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫൈനലി നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർക്ക് നിങ്ങളോടുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഇവരുമായിട്ടുള്ളത് മാറ്റണം. വീണ്ടും ഈ ഒരു കണക്ഷനെ റീയൂണിയൻ വേണം. നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് നേരിട്ട് കണ്ട് സംസാരിച്ച് തെറ്റുകാരണങ്ങളെല്ലാം മാറ്റണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരിയധികം മേ ബി പ്രെയർ ചെയ്യുന്നുണ്ടാവാം, യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പ്ലീസ് 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 കാണാൻ പറ്റണേ, ഒരു വ്യക്തി എനിക്ക് തെറ്റിദ്ധാരണകൾ തിരുത്താൻ പറ്റണേ. നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റിദ്ധാരണകൾ തിരുത്തി കഴിഞ്ഞാൽ ഈ റിലേഷൻ പഴയതുപോലെ വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ ഇത് ആരുടെ എനർജി ആണെന്ന്, പക്ഷെ ഇങ്ങനെ ഒരു എനർജീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും എനർജീസിൻ്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളിവിടെ കേട്ടോ. ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യത്തിന് ഓവർ തിങ്ക് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്കിതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മൈൻഡ് ഫുള്ളും ആ നെഗറ്റിവിറ്റിയാണ്. അതും പഠിച്ചുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലരൊന്നും വെളിവില്ലാതെ നടക്കുന്നതെന്ന് തോന്നുന്നു. ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നിങ്ങളിപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്ന കരിയറിലാണെങ്കിൽ പോലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ വെളിവില്ലാതെയാണ് നടക്കുന്നത്. ജസ്റ്റ് നോർമലായിട്ട് നടന്നാൽ പോലും നിങ്ങൾ വെളിവില്ലാതെയാണ് നടക്കുന്നത്. മനസ്സിലായോ? എനിക്ക് ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്ത് എന്താ ഏതാ നടക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അത്രയ്ക്കും ഒരു ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കിവിടെ തോന്നുന്നത്. മേ ബി നിങ്ങളുടെ വ്യക്തി ട്രാൻസ്ഫർ ആയിട്ട് വേറെ ജില്ലയിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം. ട്രാവലിങ്ങിൻ്റെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവർ ട്രാൻസ്ഫർ ആയിട്ട് പോയ ടൈമിൽ നിങ്ങൾ വീണ്ടും അവിടെ ചെന്നിട്ട് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ സഡൻലി നിങ്ങൾ ആ ഒരു കണക്ഷൻ നിങ്ങൾ എൻഡ് ചെയ്തു. ലൈക്ക് ഇനി ഒരു കണക്ഷൻ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ആളെനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. ഞാനേതോ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിൻ്റെ എനർജി പോലെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമ്മളത് പറയുന്നില്ല. സി നെക്സ്റ്റ് എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ളൊരു കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഏതൊരു ജീവജാലത്തിലും സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സ് നമ്മൾ പറയും. ഫുൾ മൂൺ ഉള്ള ടൈമിൽ എല്ലാ ജീവിയെയും എഫക്റ്റ് ചെയ്യുക ഒരു ഫുൾ മൂണിൻ്റെ എനർജി എന്ന് പറഞ്ഞ പോലെ
ഇവിടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്കൊരു സോൾ അവേക്കനിങ് ഉണ്ടാകാൻ പോവുകയാണ്, ഒരു എന്താ പറയുക, ഒരു അവെയർനെസ്സിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ അവെയർനെസ്സിലേക്ക് വരണമെങ്കിൽ എന്താണ്, ഇതുപോലുള്ള ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, അവെയർനെസ് വരണം അല്ലേ, അവെയർനെസ് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവെയർനെസ് വരുന്നത്. അല്ലെ കോൺഷ്യസ്നെസ്സും അവെയർനെസ്സും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? വെറുതെ ഇരിക്കുന്ന ഒരാൾക്കൊരു അവെയർനെസ്സും കോൺഷ്യസ്നെസ്സും വരുമോ? ഇല്ല. അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾ മേ ബി ഈ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ പാസ്റ്റിൽ ഇങ്ങനെ ക്ലിങ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? പാസ്റ്റ് എപ്പോഴും ബേർഡനാണ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഹാപ്പിനെസ് ആയിട്ടുള്ള പാസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമോ? സന്തോഷം തരുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ സങ്കടം തരുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് സങ്കടം തന്നിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓർത്തോർത്ത് അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ നമ്മൾ ദുഃഖം സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും അല്ലേ? ആ ഒരു എനർജീസാണ് എനിക്കിവിടെ. നിങ്ങളുടെ എനർജീസ് അത് തന്നെയാണ്. ഈ റിലേഷനിൽ സംഭവിച്ചിട്ടുള്ള പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങളത് ഡെയിലി നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് നിങ്ങളെ തന്നെ, നിങ്ങളുടെ സോളിനെയും നിങ്ങളുടെ ഇന്നർ സെൽഫിനെയും ഇന്നർ ചൈൽഡിനെയൊക്കെ നിങ്ങൾ അങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ ഈ ഒരു പാസ്റ്റിൽ നിങ്ങൾ ക്ലിങ് ചെയ്ത് നിൽക്കാതെ വെളിയിലേക്ക് വരാനാണ് പറയുന്നത്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. അങ്ങനെ നിങ്ങൾ പാസ്റ്റിലേക്ക് തന്നെ ഇങ്ങനെ ക്ലിങ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല റിലേഷനിൽ. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ? പാസ്റ്റിൽ എനർജി വെച്ചിട്ട് ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഫ്യൂച്ചറിൽ ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ലൈഫിൽ ഒരു വ്യക്തികൾക്കും ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻഫാക്ട് നമ്മുടെ ടാരോട്ടിന് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ. എല്ലാ കാര്യത്തിലും അല്ല, ചില കാർമിക് ചില സിറ്റുവേഷൻസ് നമുക്ക് തീർത്ത് പറയാൻ പറ്റും, ഇത് എൻഡിങ്സ് ആണെന്ന് നമുക്ക് തിരുത്തി പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ഒരിക്കലും ലൈഫിൻ്റെ ഫുൾ എനർജീസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു മോശപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ലൈക്ക് നിങ്ങൾ തന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ കുഞ്ഞിലേ മുതൽ നിങ്ങൾ ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരിയധികം ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ പ്രസൻ്റ്ലി നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ആ ഒരു പ്രശ്നം ഉണ്ടായ ടൈമിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ലൈക്ക് ഇതെന്താണ് എൻ്റെ ലൈഫിൽ ഇത്രയും ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നത്. എപ്പോഴും ഇത്രയും ഇതുപോലെ ഇഷ്യൂസ് സെയിം ആയിട്ട് നിൽക്കത്തില്ല. അതായത് ഈ ഒരു സമയം കടന്നു പോകും, അത് വെറും ഒരു വാക്യമല്ല, ഈ ഒരു സമയം കടന്നു പോകും. ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സമയം വരുമ്പോൾ നമ്മൾ ആ കഴിഞ്ഞു പോയ സമയം, അതിലൊക്കെ നമ്മൾ എന്തോരം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തു, എത്രമാത്രം നമ്മൾ റോങ് പേഴ്സണിൽ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ അങ്ങനെ റോങ് പേഴ്സൺ, ഇതൊരു കാർമിക് റിലേഷനാണ്, ഇതൊരു കാർമിക് പേഴ്സൺ ആണ്, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ടോക്സിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ ഹാപ്പിനെസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കണക്ഷൻ ടോക്സിക് തന്നെയാണ്. നിങ്ങളെ വളരെ മോശമായിട്ട് ഏതൊരു കണക്ഷൻ ട്രീറ്റ് ചെയ്യുന്നു, ആ ഒരു കണക്ഷനിൽ വീണ്ടും നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കളയാതിരിക്കുക. നിങ്ങൾ ഇത്രയും ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു സമതല കയ്യിൽ നിന്ന് വിട്ടതുപോലത്തെ ഒരു സിറ്റുവേഷൻസാണ് എനിക്ക് പലരുടെയും ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കോ ഡിപ്പെൻഡൻസിയാണ്, അല്ല അഡിക്ഷൻ ആണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് ഒരു വ്യക്തിയിലും ഒരിക്കലും അഡിക്ഷനായിട്ടോ ഒബ്സസ്ഡ് ആയിട്ടോ നിൽക്കാൻ പാടില്ല കേട്ടോ. ഞാൻ മനുഷ്യനല്ലാത്തതുകൊണ്ടൊന്നും അല്ല, നമ്മളെല്ലാവരും എല്ലാ ഫേസിൽ കൂടിയും കടന്നു വരുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസിൽ അല്ലെങ്കിൽ ഒരു ഹീലറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരാൾ ഹീലർ ആവില്ലല്ലോ. മനസ്സിലായോ? Give me 2 cards. കാർഡ് വന്നിട്ടുണ്ടായിരുന്നു കോൺഷ്യസ്നെസ്. നമ്മളിപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, കോൺഷ്യസ്നെസ് വന്നു. സോ നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഫേസ് ആണ് ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളത് ഇപ്പം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തിലും മുന്നോട്ടേക്ക് പോവുക. ഒരു അവേക്കനിങ് ഫേസ് ആണ് വരുന്നത്. ഇത് കണ്ടില്ലേ, അവെയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. നമ്മൾ തുടക്കത്തിലേ ഇത് പറഞ്ഞു, ഈ കാർഡ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ 2 എനർജീസാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്കൊരു കോൺഷ്യസ്നെസ് വരാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നോവോക്സ് ഒക്കെ ചെയ്യുന്നവരാണ്, ഇന്നോവോക്സ് ചെയ്യുക, ബേസിക് മെഡിറ്റേഷൻ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക, ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോവുക. ഓക്കെ, സിറ്റുവേഷൻസ് എന്തായാലും ഇതുപോലെ നിൽക്കത്തില്ലല്ലോ, മാറുമല്ലോ എന്ന് നിങ്ങൾ തന്നെ പറയുക. എപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബാക്കിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരു കാര്യങ്ങളും പഴയതുപോലെ അല്ല, എല്ലാം ഒത്തിരി ചേഞ്ചായി. ഇപ്പം നിങ്ങൾ വരെ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ടാവും. പണ്ടത്തെ നിങ്ങളാണോ ഇപ്പോഴത്തെ നിങ്ങൾ? അല്ല. അപ്പോൾ അതുപോലെ തന്നെ സിറ്റുവേഷൻസും ചേഞ്ച് ആവും കേട്ടോ. ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക.
ഒരു കാര്യത്തിലോ അവനവനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു വ്യക്തി അങ്ങനെയാണല്ലോ, എനിക്കതില്ലല്ലോ. കമ്പാരിസൻ്റെ ആവശ്യമില്ല. ഓക്കെ, എന്തിനാ നമ്മളിലൊക്കെ കംപ്ലീറ്റഡ് ആണ്, മനസ്സിലായോ? വേറെ ആരെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. മേ ബി ഫൈനാൻസിൻ്റെ കാര്യത്തിലോ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലോ ലുക്കിൻ്റെ കാര്യത്തിലോ ഒന്നും. ദൈവം നമ്മളെ എപ്പോഴും പൂർണ്ണമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവം ഭംഗിയായിട്ടാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പക്ഷെ നമ്മളെ ക്യാരി ചെയ്യുന്ന വേ ആണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾക്കിപ്പം എന്താ പറയുക, അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നമ്മുടെ ഉള്ളിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ ഇതാണ് ഏറ്റവും വലിയ. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ലുക്ക് ഫോർ എ സൈൻ. യൂണിവേഴ്സിനോട് സൈൻ ചോദിക്കുക, സൈനിന് വേണ്ടി നോക്കുക. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൈൻ നോക്കി അവിടെ വെളിയിൽ ഇരിക്കാൻ പാടില്ല. ഓക്കെ, സൈൻ ചോദിക്കുക, സൈന് വേണ്ടി സൈൻ ഒരു ടൈം പറയുക, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ സൈൻ കാണുവാണെങ്കിൽ അത് യെസ് ആണ്, കാണുന്നില്ലെങ്കിൽ നോ ആണ് കേട്ടോ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആകും, റൊമാൻസ് വരും വീണ്ടും നിങ്ങളുടെ കണക്ഷനിൽ. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിങ്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കോംപ്രമൈസ് ഫേസിലേക്ക് വരും, കോംപ്രമൈസ് ആകും. നിങ്ങൾക്കൊരു 90% നിങ്ങളുടെ ഫേവറിലായിരിക്കും ഓരോ കാര്യങ്ങളും നടക്കുന്നുള്ളത്. റീസെൻ്റ് ആയിട്ട് ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, നിങ്ങൾ ആരോടെങ്കിലും ക്യാഷ് ചോദിച്ചു, അല്ല നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ, അത് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. നിങ്ങൾക്കിപ്പം പൈസയുടെ കാര്യത്തിൽ വല്ല കോർട്ട് കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സക്സസ് നിങ്ങൾക്ക് വരും. പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ വല്ല കോർട്ട് കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, മാരേജ് ലൈഫിലാണെങ്കിലും എന്തെങ്കിലും കേസ് അത് നിങ്ങളുടെ ഫേവറിൽ വരും. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പൊതുവേ നമ്മൾ പറയാറില്ല, കാണാറുണ്ട്, പക്ഷെ നമ്മൾ പറയാറില്ല. ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കരിയറും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ടൈം മോശമാണ്, കാർമിക് സൈക്കിളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ചാരിറ്റി ചെയ്യുക കേട്ടോ. ചാരിറ്റി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഗൈഡൻസ്. ഞാനത് സ്റ്റാർട്ടിങ്ങിലേ പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല, പറഞ്ഞ് അങ്ങ് പോയി. ചാരിറ്റി ചെയ്യുക. ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക, ഒരാൾക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ ചാരിറ്റി ചെയ്യണം എന്നല്ല, ഒരു വലിയ ഓർഫനേജ് നിറച്ച് പോയി ഫുഡ് കൊടുക്കണം എന്നല്ല പറയുന്നത്. അതിനെല്ലാവർക്കും പറ്റില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്കൊരു മൃഗത്തിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ വെള്ളം ഒരാൾക്ക് കൊടുക്കുന്നു കുടിക്കാനില്ലാത്തവർക്ക്, അതൊക്കെയല്ലേ ചാരിറ്റി. ദൈവത്തിൻ്റെ കടലിൽ അതൊക്കെയാണ് ചാരിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കർമ്മഫലങ്ങളുണ്ട്. കർമ്മയുള്ളവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ മോശമാണ് എല്ലാം നടക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചാരിറ്റി ചെയ്തോളുക കേട്ടോ. മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റി ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രായമായിട്ടുള്ളവർക്ക്. ഓക്കെ, അങ്ങനെ ഈ പട്ടിയൊക്കെ ഉണ്ടല്ലോ, ഡോഗ്സൊക്കെ ഇല്ലേ, വഴിയിലൊക്കെ നടക്കുമ്പോൾ പട്ടിണിയൊക്കെ ഒത്തിരി ഡോഗ്സ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ജീവികളൊക്കെ വഴിയിൽ നടക്കുന്ന ആ അതൊക്കെ ഒരു ഇതും ഇല്ലാത്തൊരു കെയറൊന്നും കിട്ടാത്ത ജീവികളാണ്. അവർക്കൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഫുഡ്സ് കൊടുക്കുമോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. കറണ്ട് പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.